ഹലോ, വെൽക്കം ടു ത്രെഡ്സ് വേൾഡ്. അപ്പോൾ ഇന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ ബ്രായുടെ കട്ടിങ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ മേലെ വശത്തുള്ള രണ്ട് ഇലാസ്റ്റിക് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗത്തുള്ള പീസാണ്, അതായത് നാട പോലെ ഉള്ള ഒരു ഭാഗം. അപ്പോൾ ഞാനിവിടെ അതിനു വേണ്ടി എടുത്തത് തുണിയുടെ പീസ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ രണ്ട് ഭാഗത്തും സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ആ ഒരു കപ്പിൻ്റെ സൈഡ് ഭാഗത്ത് വെച്ച് കൊടുക്കുന്ന പീസാണ്. അപ്പോൾ ഞാനിവിടെ ഡബിൾ ഫോൾഡാണ് എല്ലാം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കപ്പിൻ്റെ ജോയിൻ വരുന്ന ഭാഗം ഒഴിച്ച് വെച്ച് ബാക്കിയുള്ള ഭാഗം ഫുള്ളായി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ബാക്ക് വശത്തേക്കുള്ള ആ ഒരു നാടയുടെ ഭാഗം ഇപ്പോൾ തന്നെ അതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇനി ആ ഒരു ഭാഗം ഫുള്ളായി തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റൊരു വശത്തും ചെയ്യാം. ഇനി രണ്ട് കപ്പിൻ്റെയും നടുഭാഗത്ത് വെച്ച് കൊടുക്കേണ്ട പീസാണ്. അപ്പോൾ അത് ഇതുപോലെ താഴെ ഭാഗത്ത് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി സൈഡിലേക്ക് വെച്ച് കൊടുക്കേണ്ട കവർ ചെയ്യേണ്ട ഒരു പീസാണ്. അപ്പോൾ ഞാനിവിടെ അത് ക്രോസ് പീസായിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ അത് ഇതുപോലെ ജോയിൻ ചെയ്ത് വലിയൊരു പീസാക്കുക. ഇനി കപ്പിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ കട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനും എക്സ്ട്രാ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിതുപോലെ നല്ലൊരു വശത്തിൻ്റെ മേലെ വെച്ച് ആ ഒരു സ്പോഞ്ചും ഇതുപോലെ വെച്ച് മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കേണ്ട ഒരു ഭാഗം ഒഴിച്ച് വെക്കുക. അതിനുശേഷം ഫുള്ളായി സ്റ്റിച്ച് ചെയ്യാം. ഇനി ആവശ്യമില്ലാത്ത ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. അതേപോലെ തുണിയിൽ കട്ട് ചെയ്തതുപോലെ സ്പോഞ്ചിലേക്കും ആ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുക. ഇനി അത് ഇതുപോലെ ജോയിൻ ചെയ്യാം. ഇനി ഈ ഒരു ജോയിൻ്റെ ഭാഗത്ത് കവർ ചെയ്യാൻ വേണ്ടി റെഡ് പീസ് കൊണ്ട് ചെയ്യാം. അപ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഒരു പീസാണ് ഇവിടെ മേലെ കൂടെ വെച്ച് കൊടുക്കുന്നത്. ലേസോ മറ്റോ വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ തുണിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആ ഒരു സ്റ്റിച്ചിൻ്റെ മേലെ കവർ ചെയ്യാം.
അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ലഭിക്കുക. ഇനി മറ്റൊരു കപ്പും കൂടെ ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി കപ്പിൻ്റെ സൈഡ് ഭാഗത്തും സെൻറ്റർ ഭാഗത്തുമായി വെച്ച് കൊടുക്കുന്ന 3 പീസുകൾ ജോയിൻ ചെയ്ത് വെക്കുക. ഇനി അതിൻ്റെ മേലെ കൂടെ ഈ ഒരു പീസ് വെച്ച് കൊടുക്കാം. അതായത് കപ്പ് ആ ഒരു കർവിൻ്റെ ഭാഗത്തുനിന്ന് ഫുള്ളായി കൊടുത്ത് വരിക. ഇനി അതിൻ്റെ മേലെ കൂടെയും ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 ഭാഗവും ചെയ്ത് കഴിഞ്ഞു. ഇനി സെൻറ്റർ ഭാഗത്തിൻ്റെ ആ ഒരു വശത്ത് ഇതുപോലൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ആ ഒരു കപ്പിൻ്റെ ഫുൾ ഭാഗത്തേക്ക് കവർ ചെയ്യാനുള്ള പീസ് വെച്ച് കൊടുക്കാം. അതായത് നേരത്തെ ക്രോസ് പീസ് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുപോലെ കൊടുക്കുക. ഇനി ആ ഒരു പൈപ്പിങ്ങിൻ്റെ ഭാഗം ഫുള്ളായി മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി 2 ഭാഗത്തും ബക്കിൾസ് വെച്ച് കൊടുക്കാം. ഇനി ആ ഒരു നാട അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു റിങ്ങും കൂടെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ട് അതിലേക്ക് വെച്ച് വേണം ആ ഒരു നാടയുടെ അവസാന ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി.
ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി താഴെ ഭാഗത്ത് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മേലെ കൂടെയും ഒരു സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് ബ്രായുടെ സ്റ്റിച്ചിങ് ഭാഗം. ഇനി ഊക്സും അതുപോലെ അത് കൊളുത്തുന്ന ഭാഗവും നോക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം റെഡിമെയ്ഡായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് ഇതുപോലൊന്ന് ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനു വേണ്ടിയുള്ള തുണിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ഊക്സിൻ്റെ ഭാഗമാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഹൂക്സ് വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യാം. സൂചി കൊണ്ട് ചെയ്താലും നല്ലതായിരിക്കും. ഇനി അയ്യുടെ ഭാഗമാണ്, അതായത് കൊളുത്തുന്ന ഭാഗം. അപ്പോൾ അത് ഇതുപോലെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതേപോലെ അതിലേക്ക് വെച്ച് കൊടുക്കുന്ന പീസുകളും ഇതുപോലെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് വെക്കാം. ഇനി ഇതുപോലെ മടക്കി അതിലേക്ക് ആ കൊളുത്തിൻ്റെ ഭാഗം വെച്ച് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിനെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം.